BKF സമാപിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു BKFിലെ അനുഭവങ്ങൾ? BKF നൽകുന്ന അനുഭവം പല അർത്ഥത്തിലും നമുക്കതിനെ പറയാൻ പറ്റും. ഞാൻ രണ്ട് വാക്കുകളിലാണ് അതിനെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിൻ്റെ കാരണം ഇവിടെ നടക്കുന്ന ഓരോ ചർച്ചകളുടെയും ആയവും പരപ്പുമാണ്. അത് നമുക്ക് നൽകുന്നൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലും നോളജ് ഫെസ്റ്റുകളൊക്കെ ധാരാളം നടക്കാറുണ്ട്. ചില സെഷനുകളൊക്കെ അതൊരു ഒരു പക്ഷേ വാഗ്വാദങ്ങളും തർക്കങ്ങളുമായി ചുരുങ്ങുകയും നമ്മുടെ സമയം നഷ്ടപ്പെടുന്നൊരവസ്ഥയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ BKFിൻ്റെ ഓരോ സെഷനും നമുക്ക് സമയത്തിൻ്റെ യൂട്ടിലൈസേഷന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്. രണ്ടാമത് നമുക്ക് കിട്ടുന്നത് എന്താ പറയുക, നമുക്കൊരു ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളുടെ പ്രത്യേകതകൾ. സാധാരണ നമ്മൾ ശീതീകരിച്ച ഹാളുകളിലും അതല്ലെങ്കിൽ നല്ല കോൺക്രീറ്റ് കെട്ടിടങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവുക. അതിന് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാൻ പവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പ്രകൃതിക്ക് നൽകുന്ന ദൂഷ്യങ്ങളുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് സൈഡ് എഫക്റ്റുകളൊക്കെ അതുവഴി ഉണ്ടാകും. എന്നാൽ ഇവിടെയുള്ള ഓരോ സ്റ്റേജുകൾ, ഓരോരോ ഇവൻറ്റുകളുടെയും വേദികൾ എല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതൊരു ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്, ഒരു നോളജ് ഫെസ്റ്റിവലാണ് BKF എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ഇനി വരുന്ന BKF കൃത്യമായും അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അത് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ വരണമെന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഇത് കണ്ട് അനുഭവിച്ചപ്പോൾ എനിക്ക് BKFിൻ്റെ പ്രതിനിധികളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.